ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കണ്ടൻറ്റാണ്. നമ്മളെപ്പോഴും വെറൈറ്റി ആയിട്ടുള്ള കണ്ടൻറ്റാണ് പറയാറ്. ഞാൻ വീഡിയോ ചെയ്യുന്നതിന് ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത പുതിയൊരു കണ്ടൻറ്റ് അതെവിടെ കിട്ടിയാലും ഞാൻ നിങ്ങളോട് ഒന്ന് പറയും. ചിലപ്പോൾ ബുക്കുകൾ വായിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തെലുങ്കോ ഹിന്ദിയോ അതുപോലുള്ള യൂട്യൂബ് ചാനലുകൾ കാണുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് സത്യമാണ് ഇത് 100% ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പഠിച്ചതുകൂടായിരിക്കും. അപ്പം എനിക്ക് ഉറപ്പുണ്ട് അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന് പറഞ്ഞ് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു കാര്യം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പറഞ്ഞു തരണം. അതാണ് എൻ്റെ ഗോള്. അപ്പം ഞാൻ ഫ്രീ ആയിട്ട് മാത്രമല്ല, അപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കുറേ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്, ക്ലയൻറ്റുകൾക്കും അല്ലാത്തവർക്കും. ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് 1, 2, 3, 4 പേര് വന്ന് വാങ്ങിയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് കുറേ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. പേയ്മെൻ്റ് ഉള്ളതാണ് 500 മുതൽ 600, 700, 800, 1000, കംപ്ലീറ്റ് സൈക്കോളജിയുടെ 2000, 2900 എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നുണ്ട്. 10, 16 മണിക്കൂർ വരെയുള്ള അത്രയും നേരം ഇരുന്ന് റെക്കോർഡ് ചെയ്ത കോഴ്സുകളൊക്കെയാണ്, വീഡിയോ കോഴ്സുകളാണ്. അപ്പം അതിൽ ഞാൻ ഇടയ്ക്ക് ഒരു 18 ടൈപ്പ് ഗേൾസിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതായത് ഗേൾസ് ഒരുപാട് ടൈപ്പുണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാവുന്നതായിരിക്കും ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട്, അല്ലെങ്കിൽ ചൈൽഡിഷ്, കൊച്ചുങ്ങളുടെ സ്വഭാവമുള്ളത്, മനസ്സിലായി, അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യം, അതുപോലെ കാന്താരി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതുപോലെ അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരിക്കും. ഇതൊന്നും അല്ലാതെ ഒരു 18 ടൈപ്പ് ഗേൾസിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. അതിൽ ഒരു റാൻഡമായിട്ട് ഞാൻ ഒരു 3 എണ്ണം എടുത്ത് ഇതിൽ പറയുകയാണ്. ഇത് നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് തോന്നുമായിരിക്കും. വെറൈറ്റി ആയിട്ട് പറയേണ്ടതാണ് എൻ്റെ ഗോള്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഒന്നാമത്തെ ടൈപ്പാണ് വാലിഡേഷൻ ഗേൾ. അതായത് ഇത്രയും ദിവസം ഞാൻ ചെയ്ത വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞ്, നിങ്ങളൊരു പെണ്ണിനോട് മിണ്ടിയിട്ട് തിരിച്ച് മിണ്ടുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ മിസ്റ്റേക്കാണ്, അല്ലെങ്കിൽ നിങ്ങൾ ബോറിംഗ് ആയിട്ട് സംസാരിക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ ഒരു ഇതിലാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ മാന്ലിയായിട്ട് പെരുമാറുന്നില്ല, ഡോമിനേറ്റ് ആവുന്നില്ല, അത് ഇത് അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞത്. പക്ഷേ നമ്മളിതൊക്കെ കറക്റ്റായിട്ട് ചെയ്താലും ചില പെണ്ണുങ്ങളുണ്ട് അടുത്ത ലെവലിലോട്ട് ഒരു സപ്പോർട്ടും നമുക്ക് തരത്തില്ല, മനസ്സിലായി. അതായത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, പറയുമ്പോൾ മനസ്സിലാവും. നിങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരിക്കും, നിങ്ങളുടെ സ്കൂളിലുള്ളതായിരിക്കും, നിങ്ങൾക്ക് നമ്പർ കാണും, നിങ്ങൾ വിളിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ അടുത്ത ലെവലിലോട്ടോ സമ്മതിക്കത്തില്ല. നിങ്ങൾ വിളിക്കുന്നുണ്ടായിരിക്കും, കോൾ ചെയ്യുന്നുണ്ടായിരിക്കും, ചാറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, ഓക്കെ ഫൈൻ. അടുത്ത ലെവലിലോട്ട് ഇപ്പോൾ വെളിയിലൊന്ന് മീറ്റ് ചെയ്യാൻ വരാൻ പറഞ്ഞാൽ വരത്തില്ല. അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള അടുത്ത ലെവലെടുക്കാൻ ഇവർ ഒരു സപ്പോർട്ടും ചെയ്യത്തില്ല. ഇപ്പം നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയെന്ന് വെച്ചോ, അവൾക്ക് കോംപ്ലയിൻ്റ് കൊടുക്കുന്നു, ഓക്കെ, അവളും തിരിച്ച് കോംപ്ലയിൻ്റ് തരുന്നു. നമ്മൾ സംസാരിക്കുമ്പോൾ കോമഡി തിരിച്ച് പറയുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും നല്ല ഇൻട്രസ്റ്റാണ്. നല്ല ഇൻട്രസ്റ്റ് സംസാരിച്ചിട്ട് അടുത്ത ലെവൽ ഇപ്പോൾ വീഡിയോ കോൾ ചെയ്യാൻ സമ്മതിക്കത്തില്ല, മനസ്സിലായി. എന്ന് വെച്ചാൽ അതിന് താഴെയുള്ള എന്തും ഇവർ സമ്മതിക്കും. നല്ലോണം സംസാരിക്കാൻ പറ്റും, നല്ല ജോളിയായിട്ട് സംസാരിക്കാം, ഫണ്ണായിട്ട് സംസാരിക്കാം. അവരും നമ്മളോട് ഇങ്ങോട്ട് മെസ്സേജ് ഇടും, അവർ തന്നെ മെസ്സേജ് ഇട്ട് തുടങ്ങും, നമ്മൾ ഇങ്ങോട്ട് ഓഡിയോ കോൾ ചെയ്യും, എല്ലാം ചെയ്യും, ഓക്കെ. പക്ഷേ അടുത്ത ലെവലിലോട്ട് പോകാൻ ഇവർ സപ്പോർട്ട് ചെയ്യത്തില്ല. അടുത്ത ലെവൽ ഇവർ ചെയ്യത്തില്ല. എല്ലാം ഓക്കെയാണ്, എല്ലാം ഫൈൻ. അവർ തന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ചോദിക്കും, എന്താടാ വിളിക്കാത്തത്, എന്താടാ മെസ്സേജ് ഇടാത്തത്, എന്താടാ കോൾ ചെയ്യാത്തത് എന്നൊക്കെ ചോദിക്കും. പക്ഷേ വീഡിയോ കോൾ ചെയ്യാൻ ചിലപ്പോൾ വീഡിയോ കോൾ ചെയ്യാനും സമ്മതിക്കുമായിരിക്കും. പക്ഷേ വീഡിയോ കോളിലോട്ട് ഒതുങ്ങിയേക്കും. അടുത്ത ലെവലിലോട്ട് പോകാൻ, അതായത് നമുക്ക് നേരിട്ട് കണ്ടാലോ എന്ന് ചോദിക്കുമ്പം ഇല്ലില്ല, അത് വരാൻ പറ്റത്തില്ല, അപ്പൂപ്പൻ്റെ കൂടെ ആലപ്പുഴ പോകണം, അമ്മൂമ്മയുടെ കൂടെ അങ്കനവാടി പോകണം, അമ്മാവൻ്റെ കൂടെ അടക്കത്തിന് പോകണം, അങ്ങനെ ഒരു എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കും, മനസ്സിലായി. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ അതുപോലെ. അതായത് അടുത്ത ലെവലിലോട്ട് പോകാൻ ഇവർ സപ്പോർട്ട് ചെയ്യത്തില്ല. ഇപ്പം ഞാനാണെങ്കിൽ ഇപ്പം സൈക്കോളജി പഠിക്കാൻ വേണ്ടി ഒരുപാട് പേരോട് സംസാരിക്കുമെന്ന് പറഞ്ഞ്, എനിക്കാണെങ്കിൽ ഈ ആലപ്പുഴയുള്ളൊരു ചെറിയൊരു പ്ലേ ബോയ് പോലുള്ള ഒരു ചേട്ടനെ അറിയാം. പുള്ളി ഒരു 10-40 വയസ്സുണ്ട്. പുള്ളി റെയിൽവേയിൽ ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പുള്ളി എന്നോട് പറയുകയാണ്, അവിടെയുള്ള പെണ്ണുങ്ങളൊക്കെ ഉണ്ട്, അതായത് പെണ്ണുങ്ങൾ മിണ്ടാൻ സമ്മതിക്കും, അതായത് മിണ്ടാൻ സമ്മതിക്കും, പഞ്ചാര അടിക്കും, റൊമാൻറ്റിക്കായിട്ടോ ആ രീതിയിൽ സംസാരിക്കും, മറ്റേ ടൈപ്പ് കഥകളൊക്കെ പറയും, എല്ലാം പറയും. പക്ഷേ കയ്യിൽ പോലും തൊടാനൊന്നും സമ്മതിക്കത്തില്ല. അതായത് ബാക്കി എല്ലാത്തിനും സപ്പോർട്ടാണ്. അടുത്ത ലെവലിലോട്ട് പോകാൻ ഒരു ഹെൽപ്പും ചെയ്യത്തില്ലെന്നാണ് അയാൾ പറയുന്നത്. അയാളാണെങ്കിൽ ഭയങ്കര മറ്റേ പ്ലേ ബോയ് പോലൊരു ടൈപ്പാണ്. പക്ഷേ പറയുന്നത്, എടാ ഇവളുമാർ അടുത്ത ലെവലിലോട്ട് പോകാൻ സമ്മതിക്കത്തില്ല. എനിക്ക് കാര്യം മനസ്സിലായി. കാരണം ഒരു വാലിഡേഷൻ ഗേൾ എന്തുവാന്ന് പറയാം. നമ്മളെല്ലാവരും എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? നമുക്ക് നമ്മൾ ബെറ്ററാണെന്ന് ഫീൽ ചെയ്യാനാണ് ഇഷ്ടം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമാണോ നിങ്ങൾക്ക് കഴിവില്ലെന്ന് ചിന്തിക്കാൻ? ഇഷ്ടമല്ല. നമുക്കെന്താ ഇഷ്ടം? നമ്മൾ ആണുങ്ങളാണ്, കഴിവുള്ളവന്മാരാണ്, ധൈര്യശാലികളാണ് എന്ന് പറയുന്നത് ഇഷ്ടം. അതായത് നമുക്ക് നമ്മളെ തന്നെ ഹൈ വാല്യൂ ആയിട്ട് കാണാനാണ് ഇഷ്ടം, നമ്മൾ ലോ വാല്യൂ ആയിട്ട് കാണാൻ ഇഷ്ടമല്ല. അപ്പം നമ്മൾ ബെറ്ററാണെന്ന് ചിന്തിക്കാനാണ്, ബെസ്റ്റാണെന്ന് ചിന്തിക്കാനാണ് ഇഷ്ടം. ആരെങ്കിലും വീക്കായിട്ട് അങ്ങനെ ചിന്തിക്കാൻ ഇഷ്ടമുണ്ടോ? ഇല്ല. അപ്പം ഗേൾസിനൊരു കുഴപ്പമുണ്ട്. അതായത് ഈ വാലിഡേഷൻ ഗേൾസ് നല്ല ഹൈ വാല്യൂ ആയിട്ടുള്ള ഏതെങ്കിലും ഒരുത്തനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. അപ്പം ഇവൻ എന്ത് ചെയ്യും? ഇവനാണെങ്കിൽ അവളെ റിജക്റ്റ് ചെയ്ത് വിടും. കാരണം അവൻ കരിയർ നോക്കി പോകുന്നവനായിരിക്കും, അല്ലെങ്കിൽ അവൻ നല്ല ഹൈ വാല്യൂ ആയിരിക്കും, അവൻ അങ്ങനെ മൈൻഡ് ചെയ്യാത്തതായിരിക്കും, സിഗ്മ മെയിൽ പോലെ. അല്ലെങ്കിൽ എന്തോ അവളെ മൈൻഡ് ചെയ്തില്ല. അവൾക്ക് ഹൈ വാല്യൂ ആയിട്ടുള്ള ഒരുത്തനോട് അവൾ നിന്ന് ഇഷ്ടം പറഞ്ഞു, അല്ലെങ്കിൽ ചെന്നപ്പോൾ അവൻ അവോയ്ഡ് ചെയ്തിട്ട് അവളെ. അപ്പോൾ എന്ത് ചെയ്തു? ഇവൾക്ക് ലോ വാല്യൂ ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. അതായത് ഇവൾ ബെസ്റ്റല്ല, ഇവളൊന്നിനും കൊള്ളത്തില്ല, അവൾ നല്ല സുന്ദരിയായിരിക്കും, അവൾക്കൊരു അഹങ്കാരം കാണും, ആരെയും വിളയ്ക്കാൻ പറ്റുന്നു. പക്ഷേ ഒരു ഹൈ വാല്യൂ പയ്യൻ്റെ അടുത്ത് നിന്നപ്പം അവൻ എന്ത് ചെയ്തു? റിജക്റ്റ് ചെയ്ത് അടിച്ച് തിരിച്ചു വിട്ടു. അപ്പോൾ എന്ത് ചെയ്തു? റിജക്റ്റ് അടിച്ച് കൈ കൊടുത്തു. അപ്പോൾ ഇവൾ എന്ത് ചെയ്തു? ഇവൾക്ക് ലോ വാല്യൂ ആയിട്ട് ഫീൽ ചെയ്യുക, ഇവൾക്ക് എന്താണ്
ഇവള് സുപ്പീരിയർ അല്ല, ഇവള് ബെസ്റ്റ് അല്ല എന്നൊരു ഫീലാണ്. അപ്പോൾ ഇവൾക്ക് എന്ത് വേണം? നമുക്ക് ബെസ്റ്റ് അല്ലെന്നൊരു ഫീൽ കിട്ടിയാൽ നമുക്ക് എന്ത് വേണം? നമ്മൾ ബെസ്റ്റ് അല്ലെന്ന് ചിന്തിച്ചാൽ നമുക്ക് സന്തോഷം കാണും. നമുക്ക് ബെസ്റ്റ് ആണെന്ന് എപ്പോൾ തോന്നുന്നു അപ്പോഴാണ് സന്തോഷം കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ബെസ്റ്റ് ആണെന്ന് തോന്നാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് കോംപ്ലിമെൻറ്റ് കിട്ടുന്നതൊക്കെ ഇഷ്ടമാണ്. നമുക്ക് ബെസ്റ്റ് ആണെന്ന് തോന്നിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ കമൻറ്റൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ബെസ്റ്റ് ആണെന്നുള്ളൊരു തോന്നൽ എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഈ പെണ്ണുങ്ങൾ നമ്മളെപ്പോലെ, അതായത് സാധാരണ ഒരാണിനെ എടുത്തിട്ട് സാധാരണ ഒരാണ് കോംപ്ലിമെൻ്റ് കൊടുക്കും, അല്ലെങ്കിൽ സാധാരണ ഒരാണ് വിളിക്കുമ്പോഴൊക്കെ അവളും തിരിച്ച് സംസാരിക്കും. എന്തിനു വേണ്ടി? അവൾക്ക് ബെസ്റ്റാന്നൊരു ഫീൽ കിട്ടണം. അതായത് അവൾ വാല്യൂ ഉണ്ട്, അവൾ ഹൈ വാല്യൂ ആണ്, എൻ്റെ പുറകെ നടക്കാൻ ആണുണ്ട്, അല്ലെങ്കിൽ എന്നെ വിളിക്കാൻ ആണുണ്ട് എന്ന് അവൾക്ക് ഒരു സുഖം കിട്ടാൻ വേണ്ടി, അവൾക്കൊരു സന്തോഷം കിട്ടാൻ വേണ്ടി നമ്മൾ പറയും, എടി നിൻ്റെ ബണ്ണ് കൊള്ളാം, നിൻ്റെ ഹെയർ സ്റ്റൈൽ കൊള്ളാം, നിൻ്റെ കണ്ണ് കൊള്ളാം, നീ സുന്ദരിയാണ്, നിന്നെ പോലെ ഒരു സുന്ദരി ഞാൻ കണ്ടിട്ടില്ല, നിൻ്റെ പുറകെ നടക്കാം, നിൻ്റെ കാലിൻ്റെ അടിയിൽ പട്ടിക്കുട്ടിയെ പോലെ ഞാൻ ഇരുന്ന് തരാം, നിന്നെ തലയിലെടുത്ത് ഞാൻ ക്യൂനാക്കി വെക്കാം, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് കേൾക്കുമ്പോൾ ഇവൾക്കൊരു സുഖം. ആ സുഖത്തിന് വേണ്ടി മാത്രം എന്ത് ചെയ്യും? നമ്മളോട് മിണ്ടിക്കൊണ്ടിരിക്കും. അതാണ് സത്യം. ഇതാണ് വാലിഡേഷൻ ഗേൾ. അതായത് വേറെ ഏതെങ്കിലും ഒരുത്തൻ കാണും, അവൻ റിജക്റ്റ് ചെയ്തുകൊണ്ട് അവളെ തന്നെ ഒരു താഴ്ന്ന ഇതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ആ ഫീലിങ്സ് മാറ്റാൻ വേണ്ടി അവൾക്ക് ഇച്ചിരി എന്താണ്, അവൾ കുറച്ച് വലിയ ആളാണെന്ന് അവൾക്ക് തന്നെ തോന്നാൻ വേണ്ടി അവൾ നമ്മളെപ്പോലുള്ള പാവങ്ങളുടെ അടുത്ത് വന്നിട്ട് താല്പര്യത്തോടെ സംസാരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവൾക്ക് കോംപ്ലിമെൻ്റ് കൊടുക്കും, അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കും, അവൾക്ക് വേണ്ട ഹെൽപ്പ് ചെയ്ത് കൊടുക്കും, എല്ലാം ചെയ്ത് കൊടുക്കും. എല്ലാം ചെയ്ത് കൊടുത്തിട്ട് അടുത്ത ലെവലിലോട്ട് പോകാൻ സമ്മതിക്കത്തില്ല. നമ്മളെന്ത് ചെയ്യും? നമ്മളോട് ഡെയിലി ചാറ്റ് ചെയ്യും, എല്ലാം വിളിക്കും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? കോംപ്ലിമെൻ്റ് കൊടുക്കും. അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അവൾ അതിൽ നിന്ന് സന്തോഷം എടുത്തുകൊണ്ടിരിക്കും. മനസ്സിലായോ? അവൾക്ക് അതിൽ നിന്ന് മേലോട്ട് പോകാൻ അവൾക്ക് താല്പര്യമില്ല. എല്ലാം സപ്പോർട്ട് ചെയ്യും. അടുത്ത ലെവൽ, റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള അടുത്ത ലെവൽ, ഇപ്പം ഞാൻ പറയാം, ഇപ്പം കോൾ ചെയ്യുന്നുണ്ട്, മെസ്സേജ് ചെയ്യുന്നുണ്ട്, എല്ലാം ഓക്കെ. അടുത്ത ലെവൽ എന്തോ, പുറത്ത് വരണം, മീറ്റ് ചെയ്യണം, പേഴ്സണലായിട്ട് നമ്മൾ മീറ്റ് ചെയ്യണം, ഒരുപാട് സംസാരിക്കണം, നമ്മളിപ്പം റൊമാൻറ്റിക്കായിട്ട് സംസാരിക്കണം, അങ്ങനെയൊക്കെ വിചാരിച്ചു അതിലോട്ടൊന്നും പോകത്തില്ല. നേരെ എന്തുവാണ്, നമ്മളെ ഒരു ഇത്ര ഇതിനകം അതിന് താഴെയുള്ള എന്ത് വേണേലും അവർ തരും. മനസ്സിലായോ? അതിന് മേലോട്ടോ സമ്മതിക്കത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് അവിടെ തന്നെ കളഞ്ഞിട്ട് എസ്കേപ്പ് ആവണം. ഇല്ലെങ്കിൽ നമ്മുടെ ടൈമാണ് വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള പെണ്ണുങ്ങളെ ഒരിക്കലും നമുക്ക് മേലോട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. നമ്മൾ എത്ര ഇത് പഠിച്ചാലും. മനസ്സിലായോ? എത്ര ടാലൻ്റാന്ന് പറഞ്ഞാലും നമുക്ക് മേലോട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. കാരണം അവരുടെ കണ്ണിൽ നമ്മൾ ലോ വാല്യൂ. മനസ്സിലായോ? നമ്മളിപ്പോഴും ലോ വാല്യൂ തന്നെ. അവർക്കെന്താ, ജസ്റ്റ് അവർക്കൊരു ഫീലിങ്സ് കിട്ടണം. അവർക്ക് സുന്ദരിയാണ്, അവർക്ക് ഭംഗിയുണ്ട്, അഴകുണ്ട്, അതുണ്ട്, ഇതുണ്ട്, അവളുടെ കണ്ണ് കാണാൻ അടിപൊളിയാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ ഒരാൾ വേണം. അപ്പോൾ അതിനുവേണ്ടി ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ ഹെൽപ്പ് വേണം. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, നമുക്ക് ഹെൽപ്പ് വേണം. ഇപ്പം സൈക്കോളജി ഓഫ് സെക്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിൽ ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞതാണ്. അവർക്ക് ഹെൽപ്പ് ചെയ്യാനൊക്കെ ഒരാൾ വേണം. ജസ്റ്റ് പറയുന്നതൊക്കെ കേൾക്കാൻ, അങ്ങനെ പുറകെ നടക്കാൻ. ജസ്റ്റ് അവർക്കൊരു അഭിമാനമാണ്. അതായത് 10 പേരോട് പറയാൻ, എൻ്റെ പുറകെ നടക്കാൻ 10 ആണുങ്ങളുണ്ട്. ഇപ്പം ഈ പെണ്ണുങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടത്തില്ലേ, എനിക്കിത്ര റിക്വസ്റ്റ് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് സ്ക്രീൻഷോട്ട് എടുത്തിടും. അല്ല, ഇത്രയും കോഴികൾ എൻ്റെ പുറകെ നടക്കുന്നുണ്ട്, ഹായ് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് റീൽ എടുത്തിടും. അതുപോലൊക്കെ കുറേ ഉണ്ടല്ലോ. അവരെല്ലാം വാലിഡേഷനുകളാണ്. അതായത് അവർ ഇങ്ങനെ ചെയ്യുന്നത് അവർ കാണിക്കുവാണ്. അതായത് അവരുടെ വിചാരം, ഞാൻ വലുതാണെന്ന് കാണിച്ചാലേ വലുതാകത്തുള്ളൂ. അതിന് വേണ്ടിയാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ എടുത്ത് ഇങ്ങനെ ഇടുന്നത്. അതായത് ഇപ്പം ഞാൻ പറയാം, ഇപ്പം ഒരു ഏതെങ്കിലും ഹൃത്തിക് റോഷന് കിട്ടാത്ത പെണ്ണുങ്ങളുണ്ടോ ഇന്ത്യയിൽ? ഹൃത്തിക് റോഷൻ വിചാരിച്ചാൽ അവൻ എപ്പോഴേലും പറഞ്ഞിട്ടുണ്ടോ എന്നെ ഇത്രയും പെണ്ണുങ്ങൾ സ്നേഹിക്കുന്നത്? പറയത്തില്ല. കാരണം എന്താ? അവനറിയാം അവൻ വാല്യൂ ഉണ്ടെന്ന്. അവൻ ഇൻസ്റ്റാഗ്രാമിൽ എടുത്തിടും, എന്നെ ഇത്രയും പെണ്ണുങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, ഇത്രയും പെണ്ണുങ്ങൾ എനിക്ക് വേണ്ടി റെഡിയാണെന്ന് ഇടും. ഒരിക്കലുമില്ല. അപ്പോൾ കാരണം എന്താ? അവനറിയാം അവൻ ബെസ്റ്റാണ്. അപ്പം ഇതുപോലുള്ള പെണ്ണുങ്ങൾ, ഇപ്പം നമ്മളായാലും നമ്മളെ വലുതാക്കി കാണിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമുക്കറിയാം നമ്മൾ ചെറുതാണ്. അപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് മറ്റുള്ളവർ മുമ്പിൽ വലുതായിട്ട് കാണിക്കണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇതുപോലെ ചെയ്യുന്ന പെണ്ണുങ്ങളെല്ലാം വാലിഡേഷൻ ഗേൾസാണ്. അപ്പം അവരുടെ പുറകെ പോയി ടൈം കളയൽ, നിങ്ങളുടെ സമയം വേസ്റ്റ് അല്ലാതെ ഒരു ഗുണവുമില്ല. കാരണം അവരുടെ മുമ്പിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും നിങ്ങൾ അവരെക്കാളും താഴെയാണ്, ലോ വാല്യൂ ആണ്. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം മലയാളത്തിലുള്ള ഒരു നല്ലൊരു ഒരു പെണ്ണുണ്ടെന്ന് വെച്ചോ. നല്ല ഇൻസ്റ്റാഗ്രാമിൽ നല്ല ഭംഗിയോടെ റീലൊക്കെ ഇടുന്ന ഒരു പെണ്ണ്. അവൾക്ക് ഒരുപാട് ഫോളോവറുണ്ട്, ഒരുപാട് ലൈക്ക് കമൻറ്റൊക്കെ ഉണ്ട്. അവൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവൾ ബെസ്റ്റാണെന്നുള്ളൊരു ഫീലാണ്, നല്ല ഭംഗിയുണ്ടെന്ന്. അപ്പോൾ ഇവളെന്ത് ചെയ്യും? ഈ കോൺഫിഡൻസ് വെച്ചിട്ട് ഒരുത്തൻ്റെ മുമ്പിൽ ചെന്ന് പ്രപ്പോസ് ചെയ്തെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരുത്തനെ മുമ്പിൽ അവളുടെ ഇഷ്ടം കാണിച്ചെന്ന് വെച്ചോ. അപ്പോൾ അവനെന്ത് ചെയ്യും? അപ്പോൾ തന്നെ റിജക്റ്റ് അടിച്ച് പോക്കറ്റ് വെച്ച് കൊടുക്കും. അവൻ ഹൈ വാല്യൂ ആയതുകൊണ്ട് അവൻ കരിയർ നോക്കി പോകുന്നവനായിരിക്കും. ചിലപ്പം അവന് ഇഷ്ടമല്ലായിരിക്കും. അപ്പോൾ ഇവളെന്ത് ചെയ്യും? ഇവൾ ലോ വാല്യൂ ആയിട്ട് ഫീൽ ആവും. അതായത് ഇവൾ ബെസ്റ്റ് അല്ല, ഇവളുടെ ഭംഗിക്കൊന്നൊരു വിലയില്ല എന്നൊരു ഫീൽ കിട്ടും. അപ്പോൾ ഇവൾക്ക് സന്തോഷം കിട്ടണമെങ്കിൽ ഇവളെന്ത് ചെയ്യണം? വേറെ ഏതെങ്കിലും ഒരുത്തൻ വന്ന് ഇവളുടെ പുറകെ നടക്കണം. അപ്പോഴേ ഇവൾക്ക് ആ സന്തോഷം കിട്ടുന്നത്. അപ്പോൾ ഇവളെന്ത് ചെയ്യും? ഇപ്പം നിങ്ങളോ, ഇപ്പം ഞാനപ്പോൾ ഒരു സാധാരണക്കാരനാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ചെന്നിട്ട്
സാധാരണ മാർക്കറ്റിംഗ് ഇത് പഠിക്കുന്ന വർക്ക് ചെയ്യുന്ന സാധാരണ ഒരാളാണ് ഞാൻ ചെന്നിട്ട് ഇവളോട് പറയാം, നിങ്ങളെ കണ്ട ഐശ്വര്യ റായ് പോലുണ്ട്, ദേവതയെ പോലുണ്ട്, നിങ്ങൾക്ക് അതുണ്ട് ഇതുണ്ട്, ഹെയർ സ്റ്റൈൽ കൊള്ളാം, കണ്ണ് കൊള്ളാം, മൂക്ക് കൊള്ളാം. അപ്പോൾ അവരെന്ത് ചെയ്യും, അവരതൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് ഞാനിപ്പോൾ ജോലി ചെയ്യുമ്പോൾ എനിക്ക് ശമ്പളം കിട്ടുന്ന പോലെ ഞാനിങ്ങനെയൊക്കെ പറയുമ്പോൾ അവരെന്ത് ചെയ്യും, അതിനുള്ള ശമ്പളം പോലെ അവരുടെ ഇൻട്രസ്റ്റ് എന്നോട് കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാനെന്ത് വിചാരിക്കും, തലയിൽ വളഞ്ഞ് കിട്ടി, അപ്പം അടിപൊളി എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഹണിമൂൺ പ്ലാൻ ചെയ്യുന്ന അത് ഇത് പറഞ്ഞ് ഞാനിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും. ഇവള് അടുത്ത ലെവലിലോട്ട് പോകത്തില്ല. കാരണം ഇവൾക്കെന്തോ ഇവളുടെ കണ്ണിൽ അപ്പോഴും ഞാൻ ലോ വാല്യൂ, മനസ്സിലായോ? ഞാൻ എന്തൊക്കെ ചെയ്താലും അവളുടെ കണ്ണിൽ ഞാൻ ലോ വാല്യൂ. കാരണം വേറെ ഏതോ ഹൈ വാല്യൂ ആയിട്ടുള്ളൊരു പയ്യൻ അവളെ റിജക്റ്റ് ചെയ്തതിൻ്റെ ആ ഒരു വിഷമം തീർക്കാൻ വേണ്ടി അവൾക്കൊരു ഫീൽ കിട്ടണം, അവൾ വലിയവളാണ്, അവളുടെ പുറകെ നടക്കാൻ ഏതെങ്കിലും ഒരുത്തനുണ്ട്. അതിനു വേണ്ടിയാണ് എന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനാരാ, ലോ വാല്യൂ. അവളുടെ മുമ്പിൽ ഞാൻ എന്തൊക്കെ ചെയ്താലും ഞാനാരാ, ലോ വാല്യൂ. എത്ര കോംപ്ലിമെൻറ്റ് കൊടുത്താലും ഞാനാരാ, ലോ വാല്യൂ. ഞാൻ എത്ര യൂണിക്കായിട്ട് ഫീൽ കൊടുത്താലും ഞാനാരാ, ലോ വാല്യൂ. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുമോ? ഇല്ല. ഇഷ്ടപ്പെടണമെങ്കിൽ എന്ത് വേണം, അവളെക്കാൾ ഹൈ വാല്യൂ എന്ന് തോന്നണം, മനസ്സിലായോ? ഒന്നുകിൽ അവളുടെ അത്രയും ബെറ്റർ, ഇല്ല അവളെക്കാളും ബെറ്ററാണെന്ന് തോന്നണം. ഇത് രണ്ടും തോന്നാത്തിടത്തോളം കാലം ഞാൻ ലോ വാല്യൂ ആണ്. എന്നാലും അവൾ എന്നെ വിടത്തില്ല, മനസ്സിലായോ? എന്നെ വിടാതെ എന്ത് ചെയ്യും, ഒരു വട്ടത്തിനുള്ളിൽ തന്നെ എന്നെയിട്ട് കറക്കിക്കൊണ്ടിരിക്കും. അടുത്ത ലെവലിലോട്ട് പോകാൻ സമ്മതിക്കത്തില്ല. ചിലപ്പോൾ വീഡിയോ കോൾ ചെയ്യായിരിക്കും, പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയായിരിക്കും, ഓക്കെ. പക്ഷേ നേരിട്ട് മീറ്റ് ചെയ്യാനോ അങ്ങനെ അടുത്ത ലെവൽ, നിങ്ങളിപ്പോൾ ഏത് ലെവലിലാണോ ഉള്ളത് അവിടുന്ന് അടുത്ത ലെവലിലോട്ട് പോകാൻ നിങ്ങളുടെ കയ്യിൽ ഒരു മിസ്റ്റേക്കും ഇല്ലെന്ന് വെച്ചോ. നിങ്ങൾ മാന്യമായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കയ്യിൽ അതിനുള്ള വാല്യൂ ഉണ്ട്, എല്ലാം ഉണ്ട്, ഓക്കെ. നിങ്ങളോട് നല്ല ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. പക്ഷേ അടുത്ത ലെവൽ വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഇതിലൊരു ലോജിക്കും ഇല്ല, അടുത്ത ലെവലിലോട്ട് ഒരു മടിയില്ലെന്ന്. എന്നിട്ടും ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതിനർത്ഥം അവൾ ഒരു വാലിഡേഷൻ കേളാണ്. അപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യാതെ അവളെ കളഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ആളിനെ നോക്കി പോകണം. അവിടെ നിന്ന് കഴിഞ്ഞാൽ വേസ്റ്റാണ്. നിങ്ങൾ എന്തൊക്കെ ശ്രമിച്ചാലും, നിങ്ങൾ തലകുത്തി മറിഞ്ഞാലും കിട്ടാൻ പോകുന്നില്ല. പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കണം, നിങ്ങളുടെ കയ്യിലൊരു മിസ്റ്റേക്ക് വന്നിട്ട് വാലിഡേഷൻ കേൾ എന്ന് പറഞ്ഞിട്ട് അവരെ കുറ്റം പറയില്ല. അതായത് നിങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്തിരിക്കണം. അതായത് ഇപ്പം എക്സാമ്പിൾ പറയാം, നിങ്ങൾ പോയി കോൺഫിഡൻ്റ് ആയിട്ട് മിണ്ടത്തില്ല, നിങ്ങൾ ഐ കോൺടാക്റ്റ് വെച്ചുകൊണ്ടിരിക്കും, പോയി കോൺഫിഡൻ്റ് ആയിട്ട് മിണ്ടത്തില്ല, എന്നിട്ട് പറയാം അടുത്ത ലെവലിൽ ഡെവലപ്പ് ആവുന്നില്ലെന്ന്. മിണ്ടേണ്ടത് നിങ്ങളുടെ ജോലി, അടുത്ത സ്റ്റേജിലോട്ട് പോകേണ്ടത് നിങ്ങളുടെ ജോലി. അപ്പം ഞാൻ വേറെ എക്സാമ്പിൾ പറയാം, നിങ്ങൾ ചാറ്റിൽ നല്ലോണം സംസാരിക്കുന്നത്, ചാറ്റിൽ നിങ്ങൾ പുലിയ, കോൺവെർസേഷനിൽ നിങ്ങൾ പുലിയ, കോളേജ് വരുമ്പോൾ നിങ്ങൾ പൂച്ച പോലെ പമ്മി മാറിയിരിക്കുന്നു. അപ്പോൾ എന്തോ അർത്ഥം, അത് ആരുടെ കുറ്റം, അവരുടെ കുറ്റമാണോ? അടുത്ത ലെവലിൽ പോകാത്ത അവരുടെ മിസ്റ്റേക്ക് അല്ല. നിങ്ങൾക്ക് തന്നെ തോന്നും, ഈ വാലിഡേഷൻ കേളെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ തോന്നും ചാറ്റിൽ നല്ലോണം സംസാരിക്കുന്നത്, അതായത് ചാറ്റിൽ നല്ല ഇൻട്രസ്റ്റ് സംസാരിക്കുന്നത്. അപ്പോൾ അടുത്ത സ്റ്റേജ് എന്തോ, കോൾ ചെയ്യണം, മനസ്സിലായോ? അപ്പോൾ അടുത്ത സ്റ്റേജിന് അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, കോൾ എടുക്കാൻ സമ്മതിക്കുന്നുണ്ടോ? കോൾ എടുക്കുന്നില്ല, കോളിൽ തന്നെ നിൽക്കുമോ? ചാറ്റിൽ നമുക്ക് മീം ഷെയർ ചെയ്യുന്നു, അത് ഷെയർ ചെയ്യുന്നു, ഇത് ഷെയർ ചെയ്യുന്നു, റീൽ ഷെയർ ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു, ഓക്കെ. അടുത്ത ലെവലിൽ പോകാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഓക്കെ. അതല്ലെങ്കിൽ നിങ്ങൾ നല്ലപോലെ കോളിൽ സംസാരിക്കുന്നു, നല്ലപോലെ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു, പൂച്ചയുടെയും പട്ടിയുടെയും ഒക്കെ ഫോട്ടോ ഇട്ട് തരുന്നു. അപ്പം നമ്മളിപ്പോൾ പൂച്ചയുടെ ഫോട്ടോ കാണാൻ വേണ്ടി വീഡിയോ കോൾ ചെയ്യും, നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കാണും, വിളിച്ചാൽ ഉറപ്പായിട്ടും എടുക്കും. കാരണം ഇത്ര ഇൻട്രസ്റ്റ് നിൽക്കുമോ, നമുക്ക് എത്ര ഇൻട്രസ്റ്റ് ഉണ്ടോ അതേ എക്സൈറ്റ്മെൻറ്റും താല്പര്യം അവർക്കും ഉണ്ട്, മനസ്സിലായി. എന്നിട്ടും വീഡിയോ കോൾ ചെയ്യുമ്പോൾ എടുക്കുന്നില്ല, പറ്റില്ല എന്ന് പറയാം. അപ്പോൾ മനസ്സിലാക്കണം അതൊരു വാലിഡേഷൻ കേളാണ്. പിന്നെ 10% ചാൻസ് അതൊരു ഇൻട്രോവേർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇൻട്രോവേർട്ടിന് അടുത്ത ലെവലിലോട്ട് പോകാൻ പെണ്ണുങ്ങൾക്ക് ധൈര്യം കാണത്തില്ല. ഇപ്പോൾ വീഡിയോ കോളൊക്കെ ചെയ്യാൻ ഒട്ടും ധൈര്യം കാണത്തില്ല. നല്ല ട്രസ്റ്റ് വരണം നമ്മളോട്, എന്നാലേ വരത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ് അടുത്ത ലെവലിലോട്ട് പോകാൻ ഒരു കുഴപ്പമില്ല, എന്നിട്ടും പോകുന്നില്ലെങ്കിൽ അതൊരു വാലിഡേഷൻ കേളാണ്. അതല്ല നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നോക്കണം. നിങ്ങൾ ഫോണിൽ കോൺവെർസേഷനിൽ നല്ലോണം സംസാരിക്കുന്ന പോലെ നേരിട്ട് വരുമ്പോഴും ധൈര്യത്തോടെ സംസാരിക്കുന്നുണ്ടോ? നിങ്ങൾ ബോറിംഗ് ആയിട്ടാണോ നല്ലോണം സംസാരിക്കുന്നത്? നിങ്ങൾ സംസാരിക്കുന്ന അതേ ഇൻട്രസ്റ്റിങ്ങോട് സംസാരിക്കുന്നുണ്ടോ? എന്നിട്ട് അടുത്തതിലോട്ട് പോകാൻ സപ്പോർട്ട് ചെയ്താണെങ്കിൽ ഉറപ്പിച്ചോ അതൊരു വാലിഡേഷനാണ്. നിങ്ങളവിടെ നിന്നിട്ട് ഒരു ഫലമില്ല. നിങ്ങളവിടെ നിന്നാൽ നിങ്ങളുടെ മിസ്റ്റേക്കാണ്. അതായത് ഇത്രയും നേരം അവളുടെ മിസ്റ്റേക്കായിരുന്നു, ഇനി നിങ്ങളവിടെ നിന്നാൽ നിങ്ങളുടെ മിസ്റ്റേക്കാണ്. ഇനി അടുത്ത ടൈപ്പാണ് നാർസിസിസ്റ്റ്. അതായത് നാർസിസിസ്റ്റ് എന്ന് പറഞ്ഞാൽ മുമ്പത്തെ പോലെ തന്നെ നമ്മളെല്ലാം കറക്റ്റായിട്ട് ചെയ്യും. സൈക്കോളജിക്കലി എടുത്ത് നോക്കിയാലും നമ്മളെല്ലാം കറക്റ്റായിട്ടായിരിക്കും ചെയ്യുന്നത്. എല്ലാം കറക്റ്റായിട്ട് ചെയ്താലും ഇവർക്കെന്താണ് ഒരു തൃപ്തി കിട്ടത്തില്ല, ഇവർ വഴക്കുണ്ടാക്കും. അതായത് നമ്മൾ എന്തൊക്കെ കറക്റ്റായിട്ട് ചെയ്താലും ഇവർ വഴക്കുണ്ടാക്കും, വേറെ ഒരുത്തനോട് സെക്ഷൽ വയ്ക്കും. ഇവർക്ക് നമുക്ക് റിലേഷൻഷിപ്പിൽ ഒരു ഹാപ്പിയായി കാണത്തില്ല. അതായത് നമ്മൾ എന്തൊക്കെ ചെയ്താലും, ഇപ്പോൾ അവർ പറയണം എന്നോട് ഇങ്ങനെ പെരുമാറില്ല, അങ്ങനെ പെരുമാറുന്നതാണ് എനിക്കിഷ്ടം, നമ്മളത് കറക്റ്റായിട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവളെ റിലേഷൻഷിപ്പിൽ നമ്മൾ ഹാപ്പിയായിട്ട് വെക്കുന്നത്, അവൾക്ക് വഴക്കുണ്ടാക്കുന്നില്ല, ഒന്നുമില്ല, ശരി, ഓക്കെ. വഴക്കുണ്ടാക്കാനുള്ള ഒന്നും കിട്ടിയില്ലെങ്കിലും ഇവർ നമ്മുടെ അടുത്തൊരു അകൽച്ച കാണിക്കും, എന്തോ പോലെ, മനസ്സിലായോ? ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലായോ?
നമ്മൾ വഴക്കുണ്ടാക്കാനുള്ള ഒരു കാരണമില്ലെങ്കിലും വഴക്കുണ്ടാക്കും. അതായത് പിന്നെ ഒരു കാര്യമില്ല നമ്മുടെ അടുത്ത് നിന്ന് അകന്നു പോകും, ഹോട്ട് ആൻഡ് കോൾഡ് കാണിക്കും. ചിലപ്പോഴൊക്കെ ഒരു കാര്യമില്ല നമ്മുടെ അടുത്ത് ഒത്തിരി അകന്ന് നിൽക്കും. അപ്പോൾ നമ്മൾ എന്ന് എത്ര ലോജിക്കായിട്ട് സംസാരിച്ചാലും ഒരു റിസൾട്ട് കിട്ടത്തില്ല. നമ്മൾ ഓപ്പണായിട്ട് ചോദിക്കും, എന്താ പ്രശ്നം, എന്താ കാര്യം, ഞാൻ മാറ്റാം, തിരുത്താം, നീ പറ, എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ തിരുത്താം എന്ന് പറഞ്ഞാലും ഇവരെ സമ്മതിക്കത്തില്ല. ഇല്ല നിനക്കൊരു കുഴപ്പമില്ല, എനിക്കാണ് കുഴപ്പം, അങ്ങനെയൊക്കെ പറയും. ഇവരുടെ ക്യാരക്ടറെ മൊത്തത്തിൽ ഒരു നാർസിസിസ്റ്റ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തുവാന്ന്. ഇപ്പം ഇല്ല വല്ലവൻ സിനിമയില്ലേ, വല്ലവൻ സിനിമയ്ക്കകത്ത് ഇല്ല ചിമ്പുവിൻ്റെ വല്ലവൻ സിനിമയില്ലേ, വല്ലവൻ സിനിമയ്ക്കകത്ത് റീമ സെൻ അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ. അവളെന്താ അവളുടെ കുഴപ്പം മനസ്സിലായി. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി റിയലായിട്ടൊരു എക്സാമ്പിൾ പറയാം, നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ബിൽ സ്മിത്ത് എന്ന് പറയുന്ന ഒരുത്തനുണ്ട്, ഇംഗ്ലീഷിലെങ്ങാണ്ടുള്ള. ഇവന് ഒരു വൈഫുണ്ട്, മനസ്സിലായോ. അവൾ കംപ്ലീറ്റ് നാർസിസിസ്റ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ. അതായത് അവനെല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടും അവൾ വേറെ, അതായത് കൂട്ടുകാരൻ്റെ കൂടെ സെക്ഷൽ വെച്ച് അവൾ തന്നെ എന്ത് ചെയ്ത് ഓപ്പണായിട്ട് ഒരു റിയാലിറ്റി ഷോയിൽ വെച്ച് ഓപ്പണായിട്ട് ഇവൻ്റെ മുമ്പ് വെച്ച് തന്നെ പറഞ്ഞ്, അതായത് ഇവൾ പറഞ്ഞ് ഇവൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് അവൾ അകൽച്ച കാണിച്ച് ബിൽ സ്മിത്തിനോട്. അപ്പോൾ ബിൽ സ്മിത്ത് പറഞ്ഞ് എന്താ കുഴപ്പം, എന്താ കാര്യം, അവൾ പറഞ്ഞ് സ്പേസ് വേണമെന്ന് പറഞ്ഞു. അവൻ എന്ത് ചെയ്ത് ചോദിച്ച ഉടനെ അവൻ ജെൻറ്റിലായിട്ട് സ്പേസ് കൊടുത്ത്, നീ കുറച്ചാൾ മാറി നിന്നു. അവർ ഇംഗ്ലീഷല്ല, അപ്പം അവളന്മാർ ഇപ്പം നമ്മൾ ഇവിടേക്കാണെങ്കിൽ നമ്മൾ അമ്മമാരുടെ വീട്ടിൽ കൊണ്ടാക്കും, അങ്ങനെയാണ്. അവൻ എന്ത് ചെയ്തു, അവളെ ഫ്രീ ആയിട്ട് വിട്ട് അവൾ എവിടെ പോയി കുറച്ച് മാസങ്ങൾ ഒറ്റയ്ക്ക് താമസിച്ച്. അവിടെ ഇംഗ്ലീഷ് രാജ്യമല്ലേ, അവിടെ നല്ല ഫ്രീഡം അല്ലേ. അവൾ പോയി കുറച്ച് നാൾ ഒറ്റയ്ക്ക് താമസിച്ച്, എന്നിട്ട് അവൾ എന്ത് ചെയ്തു, കുറച്ച് നാൾ കഴിഞ്ഞ് തിരിച്ചു വന്നു. ഈ ഇത്രയും നാൾ അവൾ അവളുടെ ഏതോ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ സെക്ഷൽ വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു, മനസ്സിലായി. അപ്പോൾ അവൻ അത്രയും എല്ലാം കറക്റ്റായിട്ട് ചെയ്ത് അവൾക്ക് വേണ്ട എല്ലാം ചെയ്ത് കൊടുത്തിട്ടും അവളാണ് അവിടെ മിസ്റ്റേക്ക് ചെയ്തത്, നമ്മുടെ മിസ്റ്റേക്കല്ല. ഞാൻ എൻ്റെ വീഡിയോയിലെല്ലാം പറയുന്നത് നമ്മളാണ് മിസ്റ്റേക്ക് ചെയ്യുന്നത്, നമ്മുടെ ഭാഗത്താണ് മിസ്റ്റേക്ക്, നമ്മൾ മാൻലി അല്ല, നമ്മൾ ഡോമിനേറ്റ് അല്ല. അതുപോലെ കുറേ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഇതുപോലുള്ള ചില ഒരു 70% നമ്മുടെ മിസ്റ്റേക്ക് ആയിരിക്കും, ബാക്കി ഒരു 30 വരുന്നത് അവരുടെ മിസ്റ്റേക്ക് ആയിരിക്കും, മനസ്സിലായി. 10% അതിൽ ഒരു 10% അതർ മിസ്റ്റേക്ക് ആയിരിക്കും. അത് സൈക്കോളജിക്കലി ആയിരിക്കത്തില്ല, അല്ലാതെ പേഴ്സണലായിട്ട്. ഇപ്പം വേറെ കുറേ കാരണങ്ങൾ, അതിനെക്കുറിച്ച് ഞാൻ പിന്നെ എപ്പോഴേലും പറയാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ 3 മാസം കഴിഞ്ഞിട്ട് അവൾ തിരിച്ച് വന്നിട്ട് ഇവൻ്റെ കൂടെ നിന്ന്. അപ്പം ഇവൾ ഒന്നിലൊരു ഹാപ്പി ഇല്ല. അപ്പം ഇവൾ എന്തൊക്കെ ചെയ്തിട്ടും ഇവൻ എന്തൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ഇവൾക്കൊരു ഹാപ്പി ഇല്ല, മനസ്സിലായി. ഇത്രയേ ഉള്ളൂ, റിലേഷൻഷിപ്പിൽ ഹാപ്പി അല്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്ത് ഒരു റിയാലിറ്റി ഷോയിൽ വെച്ച് ഇവൻ പറഞ്ഞ്, ഞാൻ ഇവളുടെ അടുത്ത ബർത്ത്ഡേ അടിപൊളിയായിട്ട് ആഘോഷിക്കും, ഞാൻ ഇവൾക്ക് നല്ലൊരു സർപ്രൈസ് കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും ഇവളുടെ മുഖം കണ്ടാൽ ഒരു എക്സ്പ്രഷനും ഇല്ല, അല്ലേ ചത്ത പോലെ. ഇവൾക്കൊരു എക്സ്പ്രഷനും ഇല്ല. അവൻ അത്രയൊക്കെ ചെയ്തിട്ടും അവൾക്കൊരു ഇതുമില്ല, ഭാവവും, മനസ്സിലായി. അതുപോലെ വേറെ റിയാലിറ്റി ഷോയിൽ വെച്ച് അവൾ തന്നെ ഓപ്പണായിട്ട് പറയുകയാണ്, ഈ 3 മാസം ഞാൻ വേറെ ഒരുത്തൻ്റെ കൂടെ സെക്ഷൽ വയ്ക്കാനാണ് പോയെന്ന് അത്രയും പേരുടെ മുമ്പ് വെച്ച്. ഒന്ന് ആലോചിച്ച് നോക്കും, അത്രയും വലിയൊരു പബ്ലിക്കിൽ അത്രയും പേരുടെ മുമ്പ് വെച്ച് ഓപ്പണായിട്ട് പറഞ്ഞ്, മനസ്സിലായി. ഇപ്പം മനസ്സിലായി നാർസിസിസ്റ്റ് പെണ്ണ് പബ്ലിക്കാന്ന് പോലെ നോക്കാതെ ഇത്ര ഓപ്പണായിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കും, ഇപ്പം പബ്ലിക് അല്ലെങ്കിലും ഭർത്താവ് ഇത് അറിയുമ്പോൾ തന്നെ എത്രത്തോളം നെർവസ് ആകും, എത്രത്തോളം ഡിപ്രസ്സായി, മെൻ്റലി അങ്ങ് ഡെഡായിപ്പോൾ, മനസ്സിലായി. മാനസികമായിട്ട് തളർന്ന് ചത്തു പോകുന്നൊരവസ്ഥയിലാണ് ഈ ഇതുപോലുള്ള കാര്യങ്ങളായിട്ട് അതുപോലോട്ട് പോകും. അതുപോലും നോക്കുന്നില്ല, മനസ്സിലായോ. ഭർത്താവ് മാനസികമായിട്ട് എത്രത്തോളം ഇത് കേൾക്കുമ്പം ഇല്ലാതാവുന്ന നോക്കുന്നില്ല. അതുപോലെ പബ്ലിക്കിൽ വെച്ച് ഇത്തരം പറയുമ്പോൾ ഭർത്താവിന് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടോ അതുപോലെ ആലോചിക്കാതെ സിമ്പിളായിട്ട്, അതായത് ഇങ്ങനെ, ഞാൻ 3 മാസം എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ സെക്ഷൽ വയ്ക്കാനാണ് പോയത് എന്ന് കൂളായിട്ട് അവൾ പറഞ്ഞ്, മനസ്സിലായോ. ഇതാണ് എന്താണ് വാലിഡേഷൻ അല്ല, നാർസിസിസ്റ്റുകൾ. അതായത് നമ്മൾ എത്രയൊക്കെ കറക്റ്റായിട്ട് ചെയ്താലും അവർക്ക് റിലേഷൻഷിപ്പിൽ ഒരു ഹാപ്പി ആയിരിക്കത്തില്ല. ഇപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ടാണോ ഇതിനെ എങ്ങനെ മനസ്സിലാക്കാമെന്ന്. അതായത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, നിങ്ങൾ എന്തൊക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടും റിലേഷൻഷിപ്പിൽ ഹാപ്പി അല്ല നിങ്ങൾ. അവളിങ്ങനെ വഴക്കുണ്ടാക്കുന്നത്, അതുപോലെ ലോജിക്കില്ലാതെ പെരുമാറുന്നത്. അതായത് ഇപ്പം 6 മാസം മുമ്പ് ഞാനൊരു വട വാങ്ങി തരാൻ പറഞ്ഞു, നീ തന്നില്ല, അതുകൊണ്ട് ഇപ്പോൾ ബ്രേക്കപ്പ്. ഈ ആഴ്ച നീ എനിക്ക് വള വാങ്ങി തന്നില്ല, അതുകൊണ്ട് ബ്രേക്കപ്പ്. ഇതുപോലെ ചില്ലറ കാര്യം പറഞ്ഞ് നമ്മളോട് ഉടക്കിക്കൊണ്ടിരിക്കും, മനസ്സിലായി. ഇപ്പോൾ മനസ്സിലായി. അതിൽ നിന്ന് മനസ്സിലാക്കണം, ഇതിങ്ങനെ ടൂ മച്ച് ആയിട്ട് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ എത്ര കറക്റ്റായിട്ട് ചെയ്തിട്ടും, അതായത് അവരൊരു മിസ്റ്റേക്ക് പറയും, ആ മിസ്റ്റേക്ക് നമ്മൾ കറക്റ്റായിട്ട് ചെയ്താലും പിന്നെയും അവിടെ അകൽച്ച കാണും. സത്യത്തിൽ ലോജിക്കായിട്ട് ചിന്തിച്ച് നോക്ക്, നിങ്ങളുടെ ഭാഗത്ത് ഇപ്പോൾ ഒരു മിസ്റ്റേക്ക് ഞാൻ പറയുവാണ്, ആ മിസ്റ്റേക്ക് കറക്റ്റായിട്ട് ചെയ്താൽ എൻ്റെ ആ പിണക്കം മാറണ്ടേയില്ലേ. അതുപോലെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ക്രഷ് അല്ലെങ്കിൽ അതിനെന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് അവൾ പറയുന്നു. അപ്പോൾ നിങ്ങൾ ചോദിച്ചോ, എന്താ നീ എന്നോട് അകൽച്ച കാണിക്കുന്നത്. അപ്പോൾ അവൾ പറഞ്ഞു, ഓപ്പണായിട്ട് പറഞ്ഞ്, നിൻ്റെ ഭാഗത്ത് ഈ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങളത് തിരുത്തി കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു സ്പേസ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അവിടെ പിണക്കം മാറണം, അല്ലേ. പക്ഷേ ഇവിടെ അതുപോലും നടക്കത്തില്ല. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടില്ല. ഇത് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. വേണമെങ്കിൽ ടൈപ്പ് 2 ഡീറ്റെയിൽ എന്നൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു ഇത് ചെയ്യാം. മൂന്നാമത്തൊരു ടൈപ്പുണ്ട്. ഈ ടൈപ്പാണ് നിങ്ങൾ എപ്പോഴും ഓർത്ത് വയ്ക്കേണ്ടത്. അതായത് നോട്ട് ഇൻട്രസ്റ്റഡ് ഗേൾ. അതായത് നിങ്ങൾ ചെന്ന് മിണ്ടുമ്പം നിങ്ങളോട് ഒരു ഇൻട്രസ്റ്റും കാണത്തില്ല അവർക്ക്. അപ്പോൾ എന്ത് ചെയ്യണം,
നിങ്ങൾ ജസ്റ്റ് സൈക്കോളജിക്കലി എന്തെങ്കിലും ചെയ്താൽ, അതായത് നിങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിച്ച് നല്ല കംഫർട്ടബിൾ ആക്കാൻ നോക്കണം. എന്നിട്ടും അവർ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ലെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ എസ്കേപ്പ് ആവണം. കാരണം അവർക്ക് നിങ്ങളോട് ഇൻട്രസ്റ്റേ ഇല്ല, മനസ്സിലായോ? ഒരു ഇൻട്രസ്റ്റേ ഇല്ല. ഇൻട്രസ്റ്റേ ഇല്ലാത്ത ഒന്നിനെ നമുക്ക് ഇൻട്രസ്റ്റ് വരുത്താൻ ഒരിക്കലും പറ്റത്തില്ല. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളിപ്പോൾ ഒരു 100 പെണ്ണുങ്ങളെ കാണുന്നു. ഈ 100 പെണ്ണുങ്ങളോട് നിങ്ങൾക്ക് അട്രാക്ഷൻ വരുമോ? ഒരിക്കലുമില്ല. കോഴി അതൊക്കെ വിട്. അല്ല, ഞാൻ അല്ലാതെ പറയുക, ഈ ചില പെണ്ണുങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ ഒരു സെക്ഷൽ അട്രാക്ഷൻ എല്ലാം വരത്തില്ലേ? പക്ഷേ ചില പെണ്ണുങ്ങളെ കാണുമ്പോൾ അവർക്ക് ഭംഗിയുണ്ട്, പക്ഷേ ഇതൊന്നും നമുക്ക് തോന്നത്തില്ല. അതുപോലെയാണ് പെണ്ണുങ്ങളും. അതായത് ചില പെണ്ണുങ്ങൾക്ക് കാണുമ്പോഴേ നമ്മളോട് ഒരു അട്രാക്ഷൻ വരും. ചില പെണ്ണുങ്ങൾക്ക് നമ്മളോട് ഇടപെട്ടായിരിക്കും അട്രാക്ഷൻ വരുന്നത്. ചില പെണ്ണുങ്ങൾക്ക് ഇത് രണ്ടിലും അട്രാക്ഷൻ വരത്തില്ല. അത് അവരുടെ കുറ്റമല്ല, അത് അവരുടെ പേഴ്സണാലിറ്റി ആയിരിക്കും, മനസ്സിലായോ? അതായത് നമുക്ക് ഓരോ ടേസ്റ്റ് കാണും, അവരുടെയും ടേസ്റ്റ്. ഇപ്പം ഓരോരുത്തർക്കും ഓരോ ഷേപ്പാണ് ഇഷ്ടം. ചിലർക്ക് ഓവൽ ഷേപ്പ് മുഖമുള്ളതായിരിക്കും ഇഷ്ടം, ചിലർക്ക് ഇരുനിറമുള്ള. ഇപ്പം നമ്മുടെ ആണുങ്ങളുടെ കാര്യം പറയാം. ചില ആണുങ്ങൾക്ക് ഇരുനിറമുള്ള പെണ്ണുങ്ങളായിരിക്കും ഇഷ്ടം, ഇരുനിറമുള്ള എണ്ണയുടെ നിറമുള്ള. അപ്പോൾ ഒരു എണ്ണയുടെ നിറമുള്ള ഒരു പെണ്ണ്, അതുപോലെ ഇപ്പുറത്തൊരു നല്ല വെളുത്തൊരു പെണ്ണിരിക്കുകയാണെങ്കിൽ ആ എണ്ണയുടെ നിറമുള്ള പെണ്ണിനോടാണ് താല്പര്യം തോന്നുന്നത്. അപ്പം ഇപ്പുറത്തെ പെണ്ണിനോട് നമുക്കൊരു ഇൻട്രസ്റ്റേ ഇല്ല, മനസ്സിലായോ? അപ്പോൾ അവൾ എത്രത്തോളം നമ്മളെ കറക്കാൻ നോക്കിയാലും നമുക്ക് ഇൻട്രസ്റ്റേ ഇല്ലല്ലോ. അപ്പോൾ എന്താ, വലിയൊരു പ്രോസസ്സാണ്, നിയർലി നടക്കത്തേ ഇല്ല, മനസ്സിലായി? നിങ്ങൾ പിന്നെ ലോ വാല്യൂ ആണെങ്കിൽ ഏതെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെയും പോകുമായിരിക്കും. പക്ഷേ ഞാൻ പറയുന്ന ഒരു ഹൈ വാല്യൂ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ആണ് അങ്ങനെയൊന്നും ചൂസ് ചെയ്യത്തില്ല. അവനാണ് സെലക്ട് ചെയ്യുന്നത് ഏത് വേണമെന്ന് പറയുന്നത്. കാരണം അവൻ ഹൈ വാല്യൂ, മനസ്സിലായോ? അവന് വാല്യൂ, എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവന് വാല്യൂ ഉണ്ട്, പൊസിഷനുണ്ട്. ഇപ്പം ലുക്കിലായാലോ അല്ലെങ്കിൽ എന്താ മാസ്കുലിൻ എനർജിയിലായാലോ അവൻ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം അവൻ്റെ പുറകെ ഒരുപാട് പെണ്ണുങ്ങളാണ്. അപ്പോൾ അവനാണ് ചൂസ് ചെയ്യുന്നത്, മനസ്സിലായോ? അപ്പോൾ അതുപോലെയാണ് ഗേൾസും. അതായത് ഗേൾസിന് നമ്മളെ കാണുമ്പോഴേ, ചില ഗേൾസിന് നമ്മളെ കണ്ടാൽ ഇപ്പം നിങ്ങൾ നല്ല ആവറേജ് ലുക്കായിരിക്കും, ആവറേജ് ലുക്കാണെന്ന് വെച്ചോ. പക്ഷേ ആവറേജ് ലുക്കായാലും ഒരു 100 പെണ്ണുങ്ങളെ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു ഒരു 40 പെണ്ണുങ്ങൾക്ക് നിങ്ങളോട് ഇൻട്രസ്റ്റേ കാണത്തില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് കാണുന്ന ഐ കോൺടാക്റ്റ് വെക്കുന്ന അവൾ ഐ കോൺടാക്റ്റ് വെക്കത്തില്ല, അവൾക്ക് ഇൻട്രസ്റ്റേ ഇല്ല നിങ്ങളോട്. അത് അവരുടെ പേഴ്സണാലിറ്റി ആയിരിക്കും, മനസ്സിലായി? അവർക്കും ചില എക്സ്പെക്റ്റേഷൻ കാണും. ഇപ്പം ചില നമ്മളിപ്പോൾ പറഞ്ഞില്ലേ മുഖത്തിൻ്റെ ഷേപ്പ്, ചില മുഖത്തിൻ്റെ ഷേപ്പിലോട്ട് നമ്മൾ അട്രാക്റ്റ് ആവും. ചിലർ ഇച്ചിരി തടിച്ചിരുന്നാൽ നമുക്കൊരു താല്പര്യം വരും, ചിലർ നല്ല സ്ലിമ്മായിട്ടിരുന്നാലേ നമുക്ക് താല്പര്യം വരും. അതുപോലെ അവർക്കും പേഴ്സണലായിട്ട് കുറേ ഇത് കാണും. അത് വെച്ച് അവർക്ക് കണ്ട ഉടനെ ഒരു അട്രാക്ഷൻ വരത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ചിലപ്പോൾ കണ്ടാലും വരത്തില്ല, ചിലപ്പോൾ മിണ്ടിയാലും വരത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ഫസ്റ്റ് ഒരു ഐ കോൺടാക്റ്റ് ഒക്കെ വെച്ച് നോക്കണം, സ്മൈൽ ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ ചെന്ന് മിണ്ടി നോക്കണം, നമ്മുടെ ഇൻട്രസ്റ്റ് കാണിച്ച് നോക്കണം. എന്നിട്ടും അവർ നമ്മളോട് ഒന്നും കാണിക്കുന്നില്ലെങ്കിൽ അവിടെ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യില്ല. അവർക്ക് നമ്മളോട് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല, അതായത് അത് സീറോയാണ്. നമുക്ക് സംസാരിക്കുമ്പോഴേ അറിയാം ഒട്ടുമില്ല, ഇത് ഡെവലപ്പ് ആവത്തേ ഇല്ല എന്ന് നമുക്ക് തന്നെ തോന്നും. അപ്പോൾ ബസ് സ്റ്റോപ്പ് വെച്ച് ഒരു പെണ്ണിനോട് സംസാരിക്കുന്നത്, ചില പെണ്ണുങ്ങൾ സംസാരിക്കുമ്പോഴേ ചോദിക്കും താൻ എവിടെ പോവാം, ഏത് ബസ് നോക്കിക്കോ എന്നൊക്കെ നമ്മളോട് ചോദിക്കും. ചില പെണ്ണുങ്ങളോട് നമ്മളെന്നും മിണ്ടും ചോദിക്കും. ഇപ്പം ഞാനിപ്പോൾ എക്സാമ്പിൾ പറയാം, തിരുവനന്തപുരത്തോട്ട് പോകുന്ന ബസ് എവിടെ നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ എന്തോ നമ്മൾ കാണുമ്പോഴെന്തോ ഒരു ആക്രിക്കാരനെ നോക്കുന്ന പോലെ, ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെ, അത് ഇതുവഴി പോയത്, അല്ല അവിടെ നിന്നാൽ മതി, ഇവിടെ നിന്നാൽ മതി. അതായത് നമ്മളോട് ജസ്റ്റ് കാഷ്വലായിട്ട് മിണ്ടാൻ പോലും താല്പര്യമില്ല. അത് അവരുടെ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും, അവരുടെ നെറ്റിൽ ഇങ്ങനെ എഴുതി ഒട്ടിച്ച് വെക്കും, ഒന്ന് മാറിപ്പോടേന്ന്, മനസ്സിലായോ? അപ്പം അതുപോലുള്ളിടത്ത് നമ്മൾ ടൈം വേസ്റ്റ് ആക്കല്ലേ, മനസ്സിലായി? പിന്നെ വാല്യൂ, അതായത് നിങ്ങളിപ്പം ഒരു ക്ലീനിങ് സ്റ്റാഫാണെന്ന് വിചാരിച്ചോ. നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളെക്കാളും ഹൈ പൊസിഷനിൽ ഉള്ളവരോട് നിങ്ങൾ എത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംസാരിച്ചാലും അവർ ഹൈ വാല്യൂ, നിങ്ങളെക്കാളും വാല്യൂ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ നിങ്ങൾക്ക് വേറെ കുറേ മാസ്കുലിൻ ക്യാരക്ടർ, അത് ഇത് ബോൾഡ്, അതുപോലെ വേറെ കുറേ പ്രയോറിറ്റി ഉണ്ട്. അതൊന്നും ഇല്ലെങ്കിൽ നിങ്ങളെ ലോ വാല്യൂ ആയിട്ട് തന്നെ കാണത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ എത്ര മിണ്ടിയാലും അവിടെ നിങ്ങളുടെ ടൈം വേസ്റ്റാണ്. കാരണം ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ അറിവ് ആരും പറഞ്ഞു തരത്തില്ല എന്നൊക്കെ പറഞ്ഞ് ടൈറ്റിൽ എഴുതിയിട്ട്. അത് പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഒത്തിരി ഡീറ്റെയിൽ ആയ വീഡിയോ ഇനിയും കുറേ പോകും. അതായത് നമുക്ക് വാല്യൂ ഇല്ലെങ്കിൽ, അതായത് നമ്മൾ ലോ വാല്യൂ ആണെങ്കിൽ നമ്മൾ അടിപൊളി കോമഡി പറഞ്ഞാലും അവർ ചിരിക്കത്ത് പോലുമില്ല, മനസ്സിലാവും? എന്ന് വെച്ചാൽ നമുക്ക് വാല്യൂ ഇല്ല. ഇപ്പം ഞാൻ പറയാം, ഇപ്പം നിങ്ങൾക്ക് ഒരു പെണ്ണിനോട് ഇൻട്രസ്റ്റേ ഇല്ല, താല്പര്യമേ ഇല്ല, എന്ന് വെച്ചാൽ അവളെ കാണുന്നതേ ഇഷ്ടമല്ല. അവളൊന്ന് നിങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി കോമഡിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് ചിരി വരുമോ? എന്തിനടി വന്ന് എന്നെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നായിരിക്കും ഉള്ളിൽ ചിന്തിക്കുന്നത്. നേരെ മറിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പെണ്ണിങ്ങോട്ട് വരും, ഇഷ്ടമുള്ള പെണ്ണ് വന്ന് നിങ്ങളുടെ മുന്നേ ഇരിക്കുക, അപ്പോൾ തന്നെ നിങ്ങൾക്ക് സന്തോഷമാവും. എപ്പോഴാട്ടാ ഇവളൊന്നും ഒന്ന് മിണ്ടുന്നത് എന്ന് വിചാരിച്ചായിരിക്കും നിങ്ങളിരിക്കുന്നത്. ഇവളൊന്ന് മിണ്ടിയാൽ കൊള്ളായിരുന്നു, എന്നോടൊന്ന് മിണ്ടിയാൽ കൊള്ളായിരുന്നു, ഒന്ന് നോക്കിയാൽ കൊള്ളായിരുന്നു, നോക്കി ചിരിച്ചാൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളിരിക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് ഒരു കൊള്ളാത്തൊരു ജോക്ക് അടിക്കുക, എന്ന് വെച്ചാൽ മുമ്പ് നിങ്ങൾ കേട്ടിട്ടുള്ള കോമഡി ആയിരിക്കും, നിങ്ങൾക്ക് ചിരിയേ വരാത്ത കോമഡി ആയിരിക്കും. അപ്പോൾ എന്നാലും നിങ്ങൾക്ക് സന്തോഷം വന്ന് നിങ്ങൾ ചിരിച്ചു, മനസ്സിലായി? അതായത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഫീലിങ്സ് ഇവളെ എങ്ങനെയും ഇമ്പ്രസ് ചെയ്യണം എന്നുള്ള ഇതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പോലും അറിയാതെ അവൾ പറയുന്നതിനെല്ലാം അഗ്രി എന്നൊരു മൈൻഡിലോട്ട് പോകും. അത് വേറെ ടോപ്പിക്കാണ്, അതിനെക്കുറിച്ച് ഞാൻ വേറെ വീഡിയോ ചെയ്യാം. അപ്പം
നമ്മളോട് ഇൻട്രസ്റ്റേ ഇല്ലാത്ത ഒരാളെ നമുക്ക് വളയ്ക്കാനേ പറ്റത്തില്ല, മനസ്സിലായോ? നമ്മളോടിപ്പോൾ ഐ കോൺടാക്റ്റ് വെക്കുന്നു, ചിലപ്പോൾ നമ്മുടെ അത്രയും ഗ്ലാമറേ കാണത്തുള്ളൂ, എന്നാലും നമ്മളെ മൈൻഡ് ചെയ്യത്തില്ല. ചിലപ്പോൾ നമ്മളെക്കാളും ഗ്ലാമർ കുറഞ്ഞ പെണ്ണുങ്ങളുണ്ട്, അവരും ചിലപ്പം നമ്മളെ നോക്കിയിട്ട് ചിലപ്പോൾ മൈൻഡ് ചെയ്തിരിക്കും. കാരണം അവർക്ക് ആ ഇൻട്രസ്റ്റേ ഉള്ളിൽ നിന്ന് വരത്തില്ല. ചിലരങ്ങനെയാണ്. അതായത് ഇപ്പം ഒരു 20 പേരെ എടുത്താൽ അതിലൊരു 6 പേർക്ക് നമ്മളോട് ഇൻട്രസ്റ്റേ വരത്തില്ല, നമ്മളെക്കാളും വാല്യൂ കുറഞ്ഞതിനെ നോക്കി എടുത്താലും, മനസ്സിലായോ? അപ്പം അങ്ങനെ ഒരു കുഴപ്പം കൂടി ഇതിനിടയ്ക്കുണ്ട്, അത് നിങ്ങൾ നോട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളൊന്ന് ഫസ്റ്റ് മിണ്ടി നോക്കുന്നത്, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുന്നത്, ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സും ഇല്ല എന്ന് തോന്നുന്നെങ്കിൽ ഇങ്ങനത്തെ കേസ് അവനും ചാൻസ് ഉണ്ട്. അപ്പം അടുത്ത ലെവലിലോട്ട് പോയിരിക്കുക ഇതും ഒരു കാരണമാണ്. അപ്പോൾ എന്ത് ചെയ്യണം, അവിടെ വെച്ച് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത ആളിനെ നോക്കി പോകണം, അതാണ് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ നിന്ന് നിങ്ങൾ മൂക്കിൽ പല്ല് വരുന്നേരം അവിടെ തന്നെ നിന്നിട്ട് ഒരു ഫലവും ഇല്ല, നിങ്ങൾ അടുത്ത് പോവുക. ഓക്കെ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ആയിരക്കണക്കിന് കാര്യങ്ങളാണ് എൻ്റെ കോഴ്സിൽ പറയുന്നത്. അപ്പോൾ വേണം താല്പര്യമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ വരിക. അപ്പോൾ അടുത്ത വീഡിയോ ഇതിനേക്കാളും വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതായത് ഈ പെണ്ണുങ്ങളൊക്കെ നമ്മളെ പുറകെ നടത്താൻ വേണ്ടി എന്ത് ചെയ്യും, നമ്മളിപ്പോൾ ഹെൽപ്പ് ചോദിക്കും. അതായത് അത് ചെയ്താടാ ഇത് ചെയ്താടാ എന്ന് പറയാം. അത് നമ്മളത് ചെയ്തില്ലെങ്കിൽ അവർക്ക് നമ്മളോടുള്ള താല്പര്യം പോവും, അങ്ങനെയൊക്കെ കാണിക്കും. നമ്മൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവർ മിണ്ടൂല, പിണക്കം, അങ്ങനെയൊക്കെ കാണിക്കും. അപ്പോൾ ഇത് ഉപയോഗിച്ച് തന്നെ അവരെ എങ്ങനെ നമുക്ക് അവരുടെ മുമ്പിൽ എങ്ങനെ ഒരു വില ഉണ്ടാക്കാം എന്നുള്ള ഒരു 3 ട്രിക്കാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം ഉറപ്പായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഞാൻ കണ്ടൻറ്റൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതായത് 3 കാര്യങ്ങൾ ഇതുണ്ട്. അതായത് ഒരു പെണ്ണ് നമ്മളോട് ഹെൽപ്പ് ചോദിക്കും, അപ്പോൾ സൗന്ദര്യമുള്ള പെണ്ണുങ്ങളായിരിക്കും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, നമ്മൾ പുറകെ നടക്കാൻ വേണ്ടി നമ്മളിങ്ങനെ പുറകെ നടത്തിക്കാൻ വേണ്ടി ഹെൽപ്പൊക്കെ ചോദിക്കും. എടാ റീചാർജ് ചെയ്തോടാ, അല്ലെങ്കിൽ വെള്ളം പിടിച്ചോണ്ട് വാടാ, അത് ചെയ്യടാ ഇത് ചെയ്യടാ എന്നൊക്കെ പറയും. അപ്പം ഓരോന്ന് ചോദിക്കും നമ്മളോട്. അപ്പം നമ്മൾ ചെയ്യാതിരുന്ന അവർ താല്പര്യം കുറഞ്ഞ പോലെ കാണിക്കും. അപ്പോൾ 3 ട്രിക്ക്, അതായത് 3 ട്രിക്കുണ്ട്: എഫേർട്ട്, ഡിമാൻഡ്, അഗ്രിമെൻറ്റ്. ഈ 3 ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവരുടെ മുമ്പിൽ നിങ്ങൾക്കൊരു വില ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അവർ ഹെൽപ്പ് ചോദിച്ചാൽ നിങ്ങളുടെ പുറകെ വരും, മനസ്സിലായോ? അങ്ങനെ എന്ന് വെച്ചാൽ അവർ ഹെൽപ്പ് ചോദിക്കാൻ നിങ്ങളുടെ പുറകെ മാത്രമേ വരത്തുള്ളൂ, അങ്ങനെ ഒരു കണ്ടീഷനിലോട്ട് മാറും. അപ്പം ഈ 3 ട്രിക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. വീഡിയോ എല്ലാം റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. എപ്പോൾ ഇടണമെന്നൊരു കൺഫ്യൂഷൻ ആയിരിക്കുവാണ്. അപ്പം വീഡിയോ ഉടനെ വേണ്ടുന്നവർ വെയിറ്റിംഗ് എന്ന് കമൻറ്റ് ചെയ്യണം, എല്ലാവരും കമൻറ്റ് ചെയ്യണം. ഓക്കെ. അപ്പം ഇതുപോലുള്ള കുറേ കാര്യങ്ങളാണ് ഞാൻ കോഴ്സിൽ പറയുന്നത്. അപ്പം അടുത്ത വീഡിയോ ഇതിനെക്കുറിച്ചാണ്. ഓക്കെ, ബൈ.